നമസ്കാരം. എജ്യൂത്രസിന്റെ റാങ്ക് മേക്കിംഗ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 10 ആണ് നോക്കുന്നത്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഇതിനു മുമ്പുള്ള 9 ലെസൺസും നോക്കാൻ മറക്കണ്ട. കൂടാതെ പ്ലേലിസ്റ്റിൽ നോക്കാമെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ സൗജന്യമായി ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ദിവസവും ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വിസുകൾ ഉണ്ടാവും. കൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സും ഉണ്ട്. ആദ്യത്തെ ചോദ്യം, the phrase at sea conveys more or less the same meaning as perplexed, displeased, at ease, in danger. ഉത്തരം perplexed. at sea നടുക്കടലിൽ നിൽക്കുന്ന അതേ അവസ്ഥ, ആകെ കൺഫ്യൂസ്ഡ് ആയി എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നിൽക്കുന്ന അതേ അവസ്ഥ തന്നെ. The idiom to read between the lines means to suspect, to do useless reading, to read carefully, to understand the hidden meaning. ഉത്തരം to understand the hidden meaning. കാര്യങ്ങളെല്ലാം ലൈനിൽ എഴുതിയിരിക്കുന്നു, ആ ലൈനുകളുടെ ഇടയിൽ വായിക്കാൻ ശ്രമിക്കുക, അതിൽ ഒളിഞ്ഞിരിക്കുന്നത് തേടുക, നമ്മൾ മനസ്സിൽ കരുതാത്തത് ചികഞ്ഞെടുക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് to read between the lines പറയുന്നത്. He took to heart the death of his sister. Replace the underlined word. Was unmoved by, was ignored about, learned about, was deeply affected by. ഉത്തരം was deeply affected by. took to heart ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ, വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തിൽ ബാധിക്കുക എന്നുള്ള അർത്ഥത്തിൽ. She stood her ground in the face of fearful odds. Replace the underlined. Got confused, maintained her position, remained standing, none of the above. ഉത്തരം മെയിൻറ്റൈൻഡ് ഹെർ പൊസിഷൻ. സ്റ്റുഡ് ഹെർ ഗ്രൗണ്ട് നിലയുറപ്പിച്ച് നിൽക്കുക, അവളുടെ തീരുമാനത്തിൽ നിലയുറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റുഡ് ഹെർ ഗ്രൗണ്ട്. The idiom bring to book means reveal, make peace, make something practical, to punish. ഉത്തരം to punish. bring to book, ഇവിടെ നിങ്ങൾ ബുക്ക് എന്നുള്ളത് റൂൾ ബുക്കായിട്ട് ഓർത്താൽ മതി, അല്ലെങ്കിൽ നിയമ പുസ്തകം, CRPCയോ IPCയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുക്ക് പോലെ സങ്കല്പിക്കുക. ബ്രിങ് ടു ബുക്ക് എന്നാൽ ആ ബുക്കിലുള്ള നിയമത്തിന് അധീനനാക്കുക, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുക, ശിക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ബ്രിങ് ടു ബുക്ക് പറയുന്നത്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു പല കാര്യങ്ങളും ഇതിനൊപ്പം പറയുന്നത്. The phrase halcyon days means youthful days, peaceful days, childhood, days in exile. ഉത്തരം പീസ്ഫുൾ ഡേയ്സ്. ഹാൽസിയൻ ഡേയ്സ് എന്നാൽ പീസ്ഫുൾ ഡേയ്സ്. ഹാൽസിയൻ എന്നാൽ ഒരു പക്ഷിയാണ്, ഒരു മിത്തിക്കൽ ബേർഡാണ്. അത് വിന്റർ സോൾസ്റ്റേജ് സമയത്ത് ശാന്തമായ കടലിൽ കൂടുകൂട്ടി മുട്ടയിടുന്നതായിട്ടൊക്കെയാണ് സങ്കല്പം. അപ്പോൾ ശാന്തമായിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഹാൽസിയൻ ഡേയ്സ് പറയുന്നത്. Born of contention means very rare, face defeat, cowardly act, cause of quarrel. ഉത്തരം cause of quarrel. Born of contention ഒരു വഴക്കിനുള്ള കാരണം. രണ്ട് പട്ടികൾ എല്ലിനു വേണ്ടി കടിയിടുന്ന ഓർത്താൽ മതി. ബോൺ ഓഫ് കണ്ടൻഷൻ, വഴക്കിടാനുള്ള ഒരു കാരണം. Blue blood means bad blood, blood of a reptile, in depression, aristocratic blood. ബ്ലൂ ബ്ലഡ് എന്നാൽ അരിസ്റ്റോക്രാറ്റിക് ബ്ലഡ് എന്നാണ്. ഓഫ് നോബിൾ ബർത്ത്, ഉന്നതകുല ജാതൻ അല്ലെങ്കിൽ കുലീന വിഭാഗത്തിൽ ജനിച്ചവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് ബ്ലൂ ബ്ലഡ്, അരിസ്റ്റോക്രാറ്റിക് ബ്ലഡ്, നോബിൾ ബർത്ത്. We will hold the matter in abeyance until we hear from you. Here, hold in abeyance means keep it secret, cancel, postpone, continue. ഉത്തരം postpone. Hold the matter in abeyance എന്നാൽ കീപ് ഇറ്റ് വെയിറ്റിംഗ്, തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക എന്നൊക്കെ അർത്ഥത്തിൽ postpone. The idiom Fabian policy refers to policy of delays and cautions, policy of aggressive tactics, make peace with the opponents, policy full of corruption and hypocrisy.
ഉത്തരം പോളിസി ഫുൾ ഓഫ് ഡിലേസ് ആൻഡ് കോഷ്യൻസ്. ഈ ഫാബിയൻ പോളിസി എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പേര് ഫാബിയസ് മാക്സിമസ് എന്നൊരു പഴയ റോമൻ ജനറലാണ്. അദ്ദേഹം യുദ്ധം വിജയിക്കാൻ ഉപയോഗിച്ചിരുന്ന തന്ത്രം എന്നാൽ എതിരാളിയുമായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങളൊക്കെ ഒഴിവാക്കുക, കൂടുതൽ ഡിലേ ചെയ്യുക, അങ്ങനെ എതിരാളിയെ കൂടുതൽ തളർത്തുക എന്നൊക്കെയുള്ള മെത്തേഡാണ് പുള്ളി ഉപയോഗിച്ചത്. അപ്പോൾ കുറെ കൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, വളരെ തന്ത്രപൂർവ്വം എടുത്തു ചാടാതെ കാത്തിരുന്നുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി, അതിനെയാണ് ഫാബിയൻ പോളിസി എന്ന് പറയുന്നത്. പോളിസി ഓഫ് ഡിലേസ് ആൻഡ് കോഷൻസ്. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനിയും അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ കുറേ പുതിയ ഇഡിയംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദിവസമുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പിലുള്ള ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Unacademy എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് Unacademy പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. Unacademy പ്ലസിന്റെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് Unacademy എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം EduThrust10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് EduThrust10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും, അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ Unacademy ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.